എന്റെ വാച്ചും നിന്റെ വാച്ചും തമ്മിൽ പെയർ ചെയ്തിട്ടുണ്ട്. സോ ഇനി മുതല് നിനക്ക് ചെറിയൊരു ഹാർട്ട് ബീറ്റ് വേരിയേഷൻ ഉണ്ടായി പോലും ഞാൻ തിരിച്ചറിയും. ഗസ് വാട്ട്, എനിക്ക് എപ്പോഴും നിന്റെ ഹൃദയത്തോട് ചേർന്ന് തന്നെ ഇരിക്കണം. നീ ആലോചിക്കുന്ന കണ്ടിട്ട് എനിക്കെന്താ നിന്നോട് പറയേണ്ടത് പോലും അറിയില്ല. നമ്മൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഈ ഡിവൈസ് ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയാ? ഈ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടായി. I'll take it. ഫൈനലി, താങ്ക്സ് എന്റെ ദൈവമേ. ആ പിന്നെ മേമയാണെങ്കിൽ ഷോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞൊരു വലിയ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. സോ നിനക്ക് എന്നാണോ സമയം കിട്ടുന്നേ ആ ദിവസം മുഴുവൻ നീ ഫ്രീ ആയിരിക്കണം ഷോപ്പിങ്ങിന് പോവാൻ. എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമേ സംസാരമുള്ളൂ. ഇപ്പോ സീതയ്ക്ക് ഏത് ഡിസൈനുള്ള ഡ്രസ്സ് കൊടുക്കണം, പിന്നെ ഏത് ജ്വല്ലറി വേണം കൊടുക്കാൻ, അങ്ങനെ എപ്പോഴും നിന്നെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളവർക്ക്. പിന്നെ നീ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് എന്റെ റൂമിന്റെ കളർ നിനക്ക് ഇഷ്ടപ്പെടുവോ? ഇറ്റ്സ് റിയലി, ഒരു മരുമകളെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മമാർ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുമല്ലേ? മേം ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടോ റാം? അവർ മാത്രമല്ല, നിന്റെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും. ഇൻഫാക്ട് നീ ആ വീട്ടിലേക്ക് വരുന്നതും കാത്ത് ലിറ്ററലി എല്ലാവരും കാത്തിരിക്കുക. ഹലോ, കല്യാണം കഴിഞ്ഞാലേ സീതമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ? സീതമ്മ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ വീട്ടിൽ തന്നെ നിൽക്കണോ? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ? പറ സീതമ്മ. എന്തു പറയാനാ മോളെ? ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. സിഗുഡ, എന്റെ സീതമ്മയുടെ കല്യാണം കഴിഞ്ഞാല് സീതമ്മ എന്റെ വീട്ടിലേക്ക് വന്നാലും ഓക്കെ, ഇനി ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലും ഓക്കെ. നമ്മൾ 3 പേരും എവിടെ ഒരുമിച്ച് നിൽക്കുന്നോ അതായിരിക്കും നമ്മുടെ വീട്. സോ മേഡം, ഇപ്പോഴെങ്കിലും എന്നുള്ള ദേഷ്യം കുറഞ്ഞോ? ഇല്ല. ഇതെന്ത് സ്വഭാവമാ മോളെ? സീത വന്ന ലേറ്റ് ആയി പോവാം. അയ്യോ എന്റെ രാമ, സീത പോകുന്നത് ഫോറിനിലേക്കൊന്നും അല്ല, ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്കല്ലേ. വേഗം തിരിച്ചു വരും. ബൈ റാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ബൈ രാമ. വാ ഇങ്ങോട്ട്. സിഗുഡ, എന്നോട് ബൈ പറയില്ല? ബൈ. ബൈ. ബൈ റാം. സീത. ഓ, താങ്ക് യു റാം. ഞാനതങ്ങ് മറന്നുപോയി. ഇറ്റ്സ് ഓക്കെ. സിഗുഡ, ബൈ. I will love you always, Sita. I love you too, Ram. ഇവിടുത്തെ മല കാണാൻ എന്ത് രസമല്ലേ സീതമ്മ?
സിഹി, നീ ആദ്യമായിട്ടാണല്ലേ ബാംഗ്ലൂർ വിട്ട് വരുന്നത്? അതെ ആന്റി, ഞാൻ അമേരിക്ക, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ് എല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് നീ എപ്പോഴാ പോയേ? ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാ ഞാൻ ബാംഗ്ലൂർ വിട്ട് വരുന്നത്. സിഹി, നീ നിന്റെ പുതിയ അച്ഛനോട് പറ. അദ്ദേഹം ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം നിന്നെ ശരിക്കും കൊണ്ടുപോകും. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളല്ലേ. അതെനിക്ക് അറിയാം. ആ എഴുതി, ഒരു മിനിറ്റ് വരാവേ. പക്ഷേ അവര് നിന്നെ കൊണ്ടുപോകുന്ന ഡൗട്ടാ. അതെന്താ? കല്യാണം കഴിഞ്ഞ അവര് ഭാര്യയും ഭർത്താവും കൂടെ അല്ലേ പോകുന്നത്, നിന്നെ എന്തിനാ കൊണ്ടുപോകുന്നേ? ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്ക് തന്നെ കോള് വന്നല്ലോ. ഓഹോ, അത് കൊള്ളാലോ. എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ? നൈസ് നൈസ്. അപ്പൊ എന്നെ ഓർമ്മയുണ്ടല്ലേ? ഇതിപ്പോ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? പിന്നെ അല്ലാതെ, ഒരു കോൾ ഇല്ല, ഒരു മെസ്സേജ് ഇല്ല, പിന്നെ എനിക്ക് എന്താ തോന്നണ്ടേ? അല്ല, നിങ്ങളോട് എത്തിയല്ലോ അല്ലേ? ദാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ റാം. റെസ്റ്റോറന്റ് വെച്ച് സംസാരിച്ചല്ലേ, ഇനിയിപ്പൊ കോൾ ചെയ്യാനും സംസാരിക്കാനും എന്താ ഉള്ളേന്ന് വിചാരിച്ച് വിളിക്കാഞ്ഞ്. നിങ്ങൾക്കും ജോലി ഉണ്ടാവില്ലേ, വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. പക്ഷെ സീത, നിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് വരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നിന്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് വരുമ്പോഴും ഒരു കോൾ വരുമ്പോഴും അതൊന്നും എന്നെ ബോധർ ചെയ്യാറേയില്ല. എന്നാ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞാൻ പറയാം. ഞങ്ങൾ ഇവിടെ റീച്ച് ചെയ്തു, ദേ തൊഴാൻ പോവാ, അത്രേ ഉള്ളൂ റാം. അല്ല, നിങ്ങൾ പോയത് അങ്ങോട്ടാണെങ്കിലും എന്തോ രാജ്യം വിട്ട് പോയതുപോലെ എനിക്കൊരു ഫീല്. എനിക്കും അതേ റാം. ഇത്രയും വർഷം ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമായത് എനിക്ക്. ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ നീ വന്നപ്പോ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. എന്റെ സിഹിയുടെയും കൂടെ നീ എപ്പോഴും ഉണ്ടാവണം. അവിടെ വെച്ച് നിങ്ങളെ വിട്ടുപോന്നപ്പോ തന്നെ ഭയങ്കര വിഷമം തോന്നി. അതായത് നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് സാരം. റാമയെ മിസ് ചെയ്യുന്നൊരു മെസ്സേജ് എങ്കിലും അയച്ചൂടെ എന്നാ? എവിടെയാ ഉള്ളത്, എന്താ ചെയ്യുന്നേ, ഭക്ഷണം കഴിച്ചോ അതോ ഇല്ലയോ, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞൂടെ? കണ്ടോ, ഇനി എന്തായാലും ഞാൻ ശല്യം ചെയ്ത് തുടങ്ങാം. എനിക്ക് നീ എന്നെ ശല്യം ചെയ്യുന്ന ഒരുപാട് ഇഷ്ടം സീത. അല്ല, സിഹി എന്താ ചെയ്യുന്നത്? ആ സിഹി, അവളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവളിങ്ങ് എത്തി കേട്ടോ. സീതമ്മ, ടൈം അപ്പ്. എന്ത് ടൈം അപ്പ്? നീ അവനോട് അധികം നേരം സംസാരിക്കാൻ പാടില്ല. ഫോണിങ്ങതാ സീതമ്മ. റാം, ഒറ്റ മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഏയ്, ഇത്രയ്ക്ക് ദേഷ്യം നല്ലതല്ല കേട്ടോ. നിന്റെ ഫ്രണ്ട് എന്ത് സിഹി പക്ഷെ ഒരുപാട് സീരിയസ് ആയിട്ടാ പറയുന്നത്. സീതമ്മ, നല്ല ഭംഗിയുള്ള വ്യൂ അല്ലേ? അവളെ സീതമ്മ, അത്ര വലിയ കല്ല് അവിടെ വെച്ചതാരാ? അതാരും വെച്ചതല്ല മോളെ, ദൈവം സൃഷ്ടിച്ചതാ. അപ്പ അത് ഇളകില്ലേ? അഥവാ ആ കല്ല് അങ്ങോട്ട് മറിഞ്ഞാലോ? അതങ്ങനെ മറിയില്ല മോളെ. എന്റെ ലൈഫ് ഇതുപോലെ ഇളകാത്തൊരു കല്ലായിരുന്നു. ഇപ്പൊ അത് ഒഴുകുന്ന വെള്ളം പോലെയായി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതങ്ങനെ ഒഴുകി പോവാ. സമുദ്രം തേടിയുള്ള യാത്ര. സീതമ്മ, അങ്ങനെ പറഞ്ഞ? എന്ന് വെച്ചാ, നീ നിന്റെ ഫ്രണ്ടിനോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, കല്യാണം കഴിഞ്ഞ ഞങ്ങള് നിന്റെ വീട്ടിലേക്ക് വരണോന്ന്? അതെ മോളെ, നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോണം. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ നിന്നാ മോളെ, നമ്മൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഇനി ആ വീട്ടിൽ അധികകാലം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞു പ്രപഞ്ചം അങ്ങനെ വലുതാവാൻ പോവാ. അത്രയും വലിയ വീട്ടില് നമ്മുടെ ലൈഫ് എന്താവാൻ പോകുന്നൊരു പേടി എനിക്കുണ്ട്. സീതമ്മ, നീ ടെൻഷൻ ആവാൻ നിക്കണ്ട. എന്റെ ഫ്രണ്ടിന് കൊറേ മാജിക് ഒക്കെ അറിയാലോ. എന്റെ ഫ്രണ്ടിന്റെ കൂടെ ആണെങ്കിൽ നീ ഹാപ്പി ആയിരിക്കും. പക്ഷേ നിനക്ക് ഹേർട്ട് ആയത് അവൻ അറിഞ്ഞതേ ഇല്ല. ഒരു പാവമല്ലേ ഇടി നിന്റെ ഫ്രണ്ട്. നീ എന്തിനാ അവനോട് ഇത്ര ദേഷ്യം കാണിക്കാൻ നിൽക്കുന്നേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിനേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതല്ലേ ഇമ്പോർട്ടന്റ്. റാം നമ്മൾ എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല.
അഥവാ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞവര് റാമിന്റെ മുന്നിൽ വെച്ച് അത് പറഞ്ഞെങ്കിൽ അവൻ മിണ്ടാതിരിക്കുമായിരുന്നോ? കണ്ടോ, ഈ കാര്യമൊന്നും എന്റെ ഫ്രണ്ട് അറിഞ്ഞിട്ട് പോലുമില്ല. അവൻ അറിയാത്ത കാര്യങ്ങളാ മോളെ. ഇതിൽ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. നീ ആ വെറുതെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നെ. മനസ്സിലായോ? നീ അവിടെ എത്തിയ ഉടനെ അവനെ മുറുക്കി ഒരു ഹഗ് കൊടു. പാവല്ലേ, അവൻ നിന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടാവും. അവനിപ്പോ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സീതമ്മ, എന്നാ നീ എന്റെ ഫ്രണ്ടിനെ ഒന്ന് മുറുക്കി ഹഗ് ചെയ്തോ. അപ്പൊ ഞാൻ നിന്നോട് ടൈം അപ്പ് എന്ന് പറയില്ല. എനിക്കിപ്പോ എന്റെ ഫ്രണ്ടിനോടുള്ള ദേഷ്യമൊക്കെ തീർന്നു. സീതമ്മ, എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ? അതെ മോളെ, അവനുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായനെ. പക്ഷെ അവന് ജോലിയൊക്കെ ഇല്ലേ? സീതമ്മ, എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. അതൊരിക്കലും ഇല്ല മോളെ. ആണോ? നമുക്ക് നോക്കാം. ശരി, നമുക്ക് പോവാം അങ്ങോട്ട്. അവരൊക്കെ കാത്തിരിക്കുന്നല്ലോ. സീത ഒന്ന് വേഗം വന്നേ, വാ ഇങ്ങോട്ട്. ചേച്ചി, ഇതെത്ര? 100 രൂപ. 100 രൂപയോ? എന്താ ചേച്ചി, ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നൂടെ? ഇല്ല മോളെ, ഫിക്സഡ് റേറ്റാ. ഓ, എന്തോ എന്തോ. ഞങ്ങൾക്ക് പൂജയ്ക്കുള്ള സാധനങ്ങൾ എടുത്തോളൂ. ഇപ്പൊ എടുക്കാം. സീത, നീയും വാങ്ങുന്നുണ്ടോ? എന്നാ എന്റെ ഇതും കൂടെ ചേർത്ത് കൊടുത്തേരെ. ആന്റി, നിങ്ങളുടെ കയ്യിലും പൈസ ഉണ്ടല്ലോ. എന്റെ കയ്യിൽ പൈസ ഉണ്ട്. അമ്പലത്തിൽ കയറിയാലേ ചില്ലറയൊക്കെ ആവശ്യം വരും. ഈ കാന്താരിമുളക് സംസാരിക്കുന്ന കണ്ടില്ലേ? നിന്റെ അമ്മയ്ക്ക് 100 രൂപയൊന്നും വലിയ കാര്യമല്ല. അത് ഫോൺ പേ ചെയ്ത് കൊടുത്തോളൂ. കോടീശ്വരനല്ലേ കല്യാണം കഴിക്കാൻ പോന്നെ. കണ്ടവരുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട. ബാംഗ്ലൂരിൽ എത്തിയിട്ട് തിരിച്ചു തരാ സീത. ചെയ്തിട്ടുണ്ടേ. ചേച്ചി, ഈ കർപ്പൂരം കൂടെ എടുത്തേ. വാ. അയ്യോ, എന്റെ ചേച്ചി കാല് കഴുകാനാ വെള്ളം, കുളിക്കാനല്ല. കഴുകിയിട്ട് ഇങ്ങോട്ട് മാറ്. എത്ര നേരം വെച്ചാ നോക്കി നിക്കുന്നേ. അമ്മേ, അമ്പലത്തിന് മുന്നിൽ നിന്നാ വീഡിയോ കോൾ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ അമ്പലം, കണ്ടോ? എടി സീതേ, ഇങ്ങോട്ട് വാ, ചടങ്ങൊക്കെ കഴിയും. വാ. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ. ഇപ്പം ഞാൻ റാമിനോട് എന്ത് പറയാൻ നിന്നാലും ഇത്രയും നാളും ഞാൻ ചരണുമായിട്ട് ടച്ചിലുണ്ടെന്ന് അവന് തോന്നും. പെണ്ണ് കാണലുണ്ടെന്ന് അങ്ങോട്ട് പോയത് ചരണിനെ മീറ്റ് ചെയ്യാനാണെന്ന് പറയും. മലേഷ്യയൊക്കെ ഒരു കളവായി മാറും. കൂടാതെ അന്ന് ചരൺ ഓഫീസിൽ വെച്ച് ഇതൊക്കെ ചെയ്തത് അശോക് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞില്ലേ? അതും ഇതും തമ്മിൽ ലിങ്ക് ചെയ്താലും ഒരു അത്ഭുതവും. വാ ഭാർഗവി മേമ, യു ആർ വെരി ഫാസ്റ്റ് ആൻഡ് സ്മാർട്ട്. ഞാൻ ആദ്യം കൃത്യമായ സാക്ഷിയെ കണക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വേണം റാമിനെ പോയി കാണാൻ. ഇല്ലെങ്കിൽ എല്ലാം എൻ്റെ തലയിലാക്കാൻ വേണ്ടതെല്ലാം ചെയ്യും ആ ഭാർഗവി മേമ. ഭാർഗവി മേമയ്ക്ക് ആ ഫോട്ടോ എങ്ങനെ കിട്ടി? എന്നാലും അന്ന് തന്നെ അടിച്ചു തരാം. കെട്ടിയോനെ ഓഫീസിലേക്ക് പോയാലോ? ആ അഞ്ജു, വാ ഇറങ്ങാം. അഞ്ജു. അശോക് മോനെ, അഞ്ചു റൂമിന്റെ വാതിൽ തുറക്കുന്നില്ല, കഴിക്കാനും വരുന്നില്ല. എന്താ അവൾക്ക് പറ്റിയേ? ആണോ? അഞ്ജു, പാപ്പാജി, നീ എന്താ ഓക്കെ അല്ലേ? ഡോർ ഓപ്പൺ ചെയ്യേ. ചേട്ടാ, എന്റെ പനി ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ പുറത്തേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പനി പിടിക്കില്ലേ? അതുകൊണ്ടാ ഡോറ് ലോക്ക് ചെയ്ത് വെച്ചത്. നിങ്ങൾ ഓഫീസിലേക്ക് പോയിട്ട് വാ. ശരി, ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. ഓക്കെ ഏട്ടാ. അമ്മേ, നിങ്ങൾ ഓരോന്ന് ആലോചിക്കണ്ട. അവൾക്കൊരു കുഴപ്പമില്ല. The person you are calling is not answering. Please try later. വിളിക്ക് 10 അല്ല
1000 തവണ വേണേലും വിളിച്ചു. പക്ഷേ ഞാനിത് എടുക്കില്ല. അഞ്ജു, ചൂടുവെള്ളത്തിൽ കുളിച്ചാ എല്ലാം ശരിയാകും മോളെ. വെള്ളം ചൂടാക്കി ഞാൻ കുളിപ്പിച്ചു തരാം. നീ അവിടെ വയ്യാതെ നിൽക്കുമല്ലേ? ചൂടുവെള്ളത്തിൽ കുളിച്ച ഒരായാസം കിട്ടും മോളെ. അഞ്ജു. വേണ്ടമ്മേ, ഇന്ന് നല്ല പനിയുണ്ട്. തല കുളിക്കണ്ട. ഞാൻ അപ്പൊ ഇവരുടെ കോൾ ഒറ്റ തവണയൊന്ന് കട്ട് ചെയ്തതിനാണോ ഇവര് ഞാൻ വിളിച്ചിട്ടൊന്ന് എടുക്കുക പോലും ചെയ്യാത്ത? ഞാൻ അത്ര വലിയ എന്ത് തെറ്റാ ചെയ്തത്? ചേട്ടനോട് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ തെറ്റായോ? The person you're calling is not answering. Please try later. എടാ രാമ, എന്റെ സീതയെ തട്ടിയെടുക്കുമല്ലേ? ഏയ്, നീ അവളുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. നിങ്ങളുടെ പ്രിയപ്പെട്ട തങ്കക്കുട്ടി, നിന്റെ അനിയത്തി ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. എനിക്കൊന്ന് കാണണം. നീ പശ്ചാത്തപിക്കണം രാമ. അതുവരെ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. വെറുതെ വിടില്ല. മോളെ, ദൈവത്തോട് പ്രാർത്ഥിച്ചു എല്ലാവർക്കും നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിക്കേ. എനിക്ക് നല്ലത് ചെയ്യ് ദൈവമേ, എന്നിട്ട് എല്ലാവർക്കും നല്ലത് നടക്കട്ടെ. ഇവിടെ ഈ മാല സമർപ്പിക്കണമെന്ന് എന്റെ അമ്മ നേർന്നിരുന്നു. ആയിക്കോട്ടെ, ശരി. അമ്മേ, എന്റെ ശരി തെറ്റുകളും കഷ്ടസുഖങ്ങളും ആവശ്യങ്ങളും അനുഭവങ്ങളും എല്ലാം നിനക്കറിയാം. എന്റെ ലൈഫിൽ ഞാൻ പുതിയൊരു സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. ഈ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. എന്റെ സീതാമേടത്തിന് ഇവിടെ ഒരാളെ കാത്തിരിക്കുന്നുള്ള ഓർമ്മ പോലുമില്ല. ദൈവദർശനം കഴിഞ്ഞോ, എപ്പോ അവിടുന്ന് തിരിച്ചു വരും, അങ്ങനെ ഒരു അപ്ഡേഷനും ഇല്ലല്ലോ. എന്താ ചെയ്യാ? എന്തായാലും അങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് അയക്കാം. ഹായ് സീത, വൈകുന്നേരം കണ്ടാലോ? ക്യാൻ വി മീറ്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. കുന്നിന്റെ മുകളിലുള്ള അമ്പലത്തിലേക്ക് പോയാലോ? കുന്നിന്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ടോ സീതമ്മ? ഓ വാ വാ സീതമ്മ. അയ്യപ്പ, ഇനിയും നല്ല ദൂരം ഉണ്ടല്ലേ? കണ്ടോ, ഇനി ഒരുപാട് സ്റ്റെപ്പ് ബാക്കിയുണ്ട്. അയ്യോ ക്ഷീണമുണ്ടോ മോളെ? ദൈവമേ, ഇല്ല സീതമ്മ. അയ്യോ, എന്നെ കൊണ്ട് ഇനി ഇത് കേറാൻ വയ്യ സീതേ. ചേച്ചി എന്തു പറ്റി? അയ്യോ, കാല് വേദനിക്കുന്നു.
എനിക്കിനി വയ്യ. എന്നാ നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ എല്ലാവരോട് പോയി തൊഴുതിട്ടൊക്കെ വരാം. ശരി, എന്നാ ഞാൻ ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണും. സിഹി, നീ എടുത്തിയുടെ കൂടെ ഇരുന്നോ പ്ലീസ്. ഇല്ല സീതമ്മ, ഞാൻ എന്റെ കൂടെ വന്നോളാം പ്ലീസ്. സിഹി, വാശി പിടിക്കല്ലേ, ഇവിടുന്ന് ഒരുപാട് നടക്കാനുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങളെല്ലാം തൊഴുതിട്ട് വരാം, വേഗം തിരിച്ചു വരാം. നീ എടുത്തിയുടെ കൂടെ ഇരിക്കുക. അതെ സീമോളെ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ ഇരിക്കാം. അവര് പോയിട്ട് വരട്ടെ. ചെല്ല്, നിങ്ങൾ വേഗം പോയിട്ട് വാ. ശ്രദ്ധിക്കണേ. എവിടെയെങ്കിലും ഇരിക്കാം, വാ. അയ്യപ്പാ, എന്തൊരു വെയിലാ ഭഗവാനെ, കാലൊക്കെ പൊള്ളിയല്ലോ. ഓ ഓ ഓ, അയ്യോ എന്തൊരു ചൂടാ എന്റെ സീ. ഓ സീ, എന്നാലും ഈ സ്ഥലം കൊള്ളാല്ലേ. അയ്യോ എന്തൊരു ചൂട്, കുഴഞ്ഞു പോയല്ലോ. സിഹി, ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കൊരു ഫോട്ടോ എടുത്തു തരാവോ? ആ, എന്നാ പിടിക്ക, എന്റെ 1-2 ഫോട്ടോ എടുത്തേ. ഒരു കാര്യം ചെയ്യേ, നിക്കേ. ആ, ഇനി എടുത്തോ. നോക്കട്ടെ, നീ തന്നെ. ഏയ് സിഹി, ഇതെന്താ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നേ? മൊത്തം പിള്ളേരായല്ലോ, ഒന്നും നന്നായിട്ടില്ല. ഒരു കാര്യം ചെയ്യേ, ഞാൻ അവിടെ നിക്കാം, നീ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്ക. നിക്ക്, ഇനി എടുത്തോ. സിഹി, ഫോണിട്ട് ഇങ്ങനെ കുലുക്കല്ലേ, കുലുക്കി കഴിഞ്ഞാൽ അത് ബ്ലറായി പോവും. നന്നായിട്ട് എടുത്തേ. ആന്റി, നിങ്ങൾക്ക് ഇപ്പൊ കാലുവേനയില്ലേ? വേദനയുണ്ട്, നീ ഒന്ന് ഒഴിഞ്ഞു തരുമോ? മര്യാദയ്ക്ക് ഫോട്ടോ എടുക്ക്. ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ. അയ്യോ, ഇതെന്താ സിഹി, ഒരൊറ്റ ഫോട്ടോ പോലും നന്നായില്ലല്ലോ. പറഞ്ഞാ നീ കേൾക്കുകയില്ലല്ലേ. നാളെ റാമിന്റെ വീട്ടിൽ പോയാൽ എന്താകുമോ എന്തോ. പാവം, അവരങ്ങനൊക്കെ കൊഞ്ചിക്കുന്നതാ. അങ്ങ് തലേ കയറി ഇരിക്കണം കേട്ടോ. ആന്റി, എന്തിനാ നിങ്ങൾ വഴക്ക് പറയുന്നേ? സീതമ്മ ഇല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ വഴക്ക് പറയുന്നേ? ഞാനെപ്പോഴാ നിന്നെ വഴക്ക് പറഞ്ഞേ? വഴക്ക് പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. ഇതും നന്നായില്ലല്ലോ. ഇത് കണ്ടോ, മുഖം പോലും നന്നായിട്ടില്ല. അമ്മേ, എന്റെ മകൾ അവളുടെ പ്രായത്തിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്റെ ഡിസിഷൻ കാരണം അവൾ ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല. പ്ലീസ്, നീ കൂടെ തന്നെ ഉണ്ടാവണേ അമ്മേ.